ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിലേക്ക് ഇത് ഷെയർ ചെയ്ത് മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരായിരം നന്ദിയുണ്ട്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുകളാണ് ചെയ്യുന്നത്. നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഡൗട്ടും നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാം. UAയിൽ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കുറേ സബ്സ്ക്രൈബേഴ്സ് റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ ടൈമിലും റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് ഞാൻ എല്ലാവരും ചോദിച്ചതിൻ്റെ ഉള്ള വീഡിയോസുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പ്രീവിയസ് വീഡിയോസിലൊക്കെ പോയി കാണണം. നിങ്ങളുടെ ആൻസറൊക്കെ ഞാൻ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് വീഡിയോ ചെയ്തിട്ടുള്ളത്. എന്നിരുന്നാൽ പോലും പിന്നെയും കുറേ പേര് ചോദിക്കുന്നത് UAയിൽ നേഴ്സായിട്ട് വരാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ, അതായത് സർട്ടിഫിക്കറ്റിൽ എന്തെല്ലാം കാര്യങ്ങളാണ് സർട്ടിഫിക്കറ്റിൽ വേണ്ടത്, എന്തൊക്കെ സർട്ടിഫിക്കറ്റാണ് വേണ്ടത് എന്നുള്ളത്. അപ്പം ഞാൻ അതൊരു 1 by 1 ആയിട്ട് പറയാം. അപ്പം നിങ്ങൾക്കൊരു വരാനിരിക്കുന്നവർക്ക് ഒരു അവയർനെസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പം തന്നെ എന്താക്കാം, ഇന്റർവ്യൂ കാര്യങ്ങൾ അറ്റൻഡ് ചെയ്ത് ഇപ്പോൾ വൺസ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേഗം എന്താക്കാം, വിസയും കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്യാനും എളുപ്പമായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടെന്ന് പറഞ്ഞതിന് ശേഷം നമ്മുടെ എല്ലാ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ നമ്മുടെ രജിസ്ട്രേഷൻ, ഡിഗ്രി സർട്ടിഫിക്കറ്റ്, രജിസ്ട്രേഷൻ കഴിഞ്ഞ സർട്ടിഫിക്കറ്റ്, അതുപോലെ പിന്നെ BLSന്റെ സർട്ടിഫിക്കറ്റ് എക്സ്പയർ ആവാത്തുള്ളത്, അതുപോലെ തന്നെ ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ നമ്മൾ ഏത് എമിറേറ്റ്സിലാണോ വരാൻ ഉദ്ദേശിക്കുന്നത്, DH ആണോ, MOH ആണോ, DOH ആണോ, ഹാദാണോ, ഏതാണെങ്കിൽ ആ ഒരു പ്രോമെട്രിക് എക്സാം എഴുതി അതിൻ്റെ എലിജിബിലിറ്റി ലെറ്റർ എടുക്കണം. അതുപോലെ തന്നെ ഡാറ്റ ഫ്ലോ എന്ന് പറയുന്നിട്ടുള്ള ഒരു റിപ്പോർട്ട് ഉണ്ടാവും. ഡാറ്റ ഫ്ലോ പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു റിപ്പോർട്ട് ഉണ്ടാവും, അതും വേണം. പിന്നെ നമ്മുടെ ഈ സർട്ടിഫിക്കറ്റ്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും നമ്മുടെ എന്ത് ചെയ്യുന്ന സർട്ടിഫിക്കറ്റും അറ്റസ്റ്റേഷൻ ചെയ്യണം. അത് ഇന്ത്യൻ എംബസി അറ്റസ്റ്റേഷനും ചെയ്യണം, UA എംബസി അറ്റസ്റ്റേഷൻ ചെയ്യുന്നതാണ്. അത് നാട്ടിൽ നിന്ന് തന്നെ ഇപ്പോൾ മൊഫ എന്ന് പറയും, ഇവിടെ മൊഫയും ചെയ്തു തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ എംബസി അറ്റസ്റ്റേഷൻ. അപ്പം നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഇന്ത്യൻ എംബസി അറ്റസ്റ്റേഷൻ നാട്ടിൽ നിന്ന് ചെയ്തിട്ട് വരിക. നാട്ടിൽ അറ്റസ്റ്റേഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക, ഗുഡ് സ്റ്റാൻഡിങ്, BLS, അത് ഓൾറെഡി നമ്മൾ DH എക്സാമിന് വേണ്ടിയിട്ട് അതെല്ലാം ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വേണത്. വൺസ് നിങ്ങൾ ഇതെല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് പിന്നെ വാലിഡ് ആയിട്ടുള്ള എക്സ്പയർ ആവാത്ത പാസ്പോർട്ടും, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ വരാനായിട്ട് വേണ്ട ഡോക്യുമെന്റ്സ്. അല്ല, നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഫാമിലിനെ, അതായത് പിള്ളേരെയും കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ചില ഓൾമോസ്റ്റ് ആൾക്കാരുടെ ഹസ്ബൻഡ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ വൈഫ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, അവരിങ്ങോട്ട് കയറി വരും. അപ്പോൾ മേ ബി പിള്ളേരെയും കൊണ്ടുവരാനായിട്ടുള്ള പ്ലാൻ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ പിള്ളേരുടെ ബർത്ത് സർട്ടിഫിക്കറ്റും അറ്റസ്റ്റേഷൻ ചെയ്യണം. അതും രണ്ടും ചെയ്യണം, ഇന്ത്യനും ചെയ്യണം, ഇവിടെ മൊഫയും ചെയ്യണം. പിന്നെ നിങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റും അതേപോലെ തന്നെ ഇന്ത്യൻ എംബസിയുടെയും പിന്നെ മൊഫയും ഇവിടുത്തെ എംബസിയുടെ അറ്റസ്റ്റേഷനും ചെയ്യണം. അപ്പൊ നിങ്ങൾ അവിടുത്തെ കാര്യങ്ങളെല്ലാം വൺസ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്ത് അറ്റസ്റ്റേഷൻ എല്ലാം കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ഏത് എമിറേറ്റ്സിലാണ് വരാൻ ഉദ്ദേശിക്കണമെങ്കിൽ ആ ലൈസൻസും എടുത്ത് എന്താക്കുക, ഇതിൻ്റെ എല്ലാം നല്ലൊരു CV, എല്ലാ എക്സ്പീരിയൻസും ഇൻക്ലൂഡ് ചെയ്തിട്ട്, ഞാൻ CV പ്രിപ്പറേഷനെ കുറിച്ചൊക്കെ പ്രീവിയസ് ചെയ്തിട്ടുണ്ട്, പോയി കാണണം. നല്ലൊരു CVയും ഉണ്ടാക്കുക. അതുപോലെ തന്നെ പാസ്പോർട്ട് സൈസ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഫോട്ടോയും. ഇത് മസ്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, വരാനായിട്ട് വേണം. ഇതെല്ലാവർക്കും തന്നെ അറിയാം. ചിലവർ ഈ അറ്റസ്റ്റേഷൻ വിട്ടുപോവാറുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, ഈ BLS, അത് നമ്മൾ എക്സാം എഴുതുമ്പോൾ തന്നെ BLS എടുക്കണം. അതൊരു മെയിൻ ക്രൈറ്റീരിയ ആണ്. DH ഓർ MOH ഒരു DOH എഴുതുമ്പോൾ നമുക്കത് വേണമെന്നുള്ളത്. പക്ഷേ ഈ അറ്റസ്റ്റേഷൻ്റെ കാര്യം എല്ലാവരും തന്നെ വിട്ടുപോവാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾ അവിടുന്ന് ചെയ്തിട്ട് വരുവാണെങ്കിൽ പിന്നെ ഇവിടെ വന്നിട്ട് വീണ്ടും അയച്ചു കൊടുത്തിട്ട് അങ്ങനെ ഇതാക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതിന് എക്സ്ട്രാ ചിലവ് വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എന്താക്കേണ്ടത്, ഇതാക്കുന്നത്. പിന്നെ എല്ലാത്തിൻ്റെയും നല്ലൊരു കളർ കോപ്പികളും ഫോട്ടോ കോപ്പികളും ഒരു അത്യാവശ്യം വേണ്ടത് എടുത്തു വെക്കുക. പിന്നെ നമ്മൾ ചില സ്ഥലത്തൊക്കെ പോകുമ്പോൾ അവർ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും അതിനകത്ത് വെക്കാൻ പറയും. ലൈസൻസിന്റെ, അതായത് എലിജിബിലിറ്റിയുടെ അതിന്റെ ഫോട്ടോ കോപ്പി വെക്കാൻ പറയും. അതുപോലെ തന്നെ പാസ്പോർട്ടിന്റെ കോപ്പി എല്ലാം നമ്മളോട് വെക്കാൻ പറയും ഈ CVയുടെ ഇതിലായിട്ട്. ഓൾമോസ്റ്റ് എല്ലായിടത്തും നമ്മൾ അതിനെ കൂടെ വെച്ചിട്ട് കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ അവർ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു ഫോട്ടോ കോപ്പീസുകളും എടുത്തു വെക്കുക. ഇവിടെ ഫോട്ടോ കോപ്പിക്കൊക്കെ നാട്ടിലെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് അവിടുന്ന് ഫോട്ടോ കോപ്പികളും കാര്യങ്ങളും എടുത്തു വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഒരു നേഴ്സായിട്ട് UAയിൽ വരാനിരിക്കുന്നവരുടെ കയ്യിൽ വേണ്ട ഡോക്യുമെന്റ്സിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ റെഡിയാക്കുക. പിന്നെ 2 year എക്സ്പീരിയൻസ് എന്തായാലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മിനിമം 2 year എക്സ്പീരിയൻസ് എവിടെയെങ്കിലും നിങ്ങൾക്ക് വേണം. അപ്പോൾ ആ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും വാങ്ങി കയ്യിൽ വെക്കുക.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പിന്നെ നിങ്ങൾ ജോലി അന്വേഷിച്ച് തുടങ്ങുക. ഞാൻ പറഞ്ഞ പോലെ, കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ ആ സൈറ്റിലെല്ലാം കയറി അപ്ലൈ ചെയ്ത് തുടങ്ങുക. അപ്പോൾ ഒന്നോ രണ്ടോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാലൊന്നും നിങ്ങൾക്ക് ജോലി വിളിക്കില്ല. അപ്പം നിങ്ങളൊരു 100 അപ്ലൈ ചെയ്താലേ ഒരെണ്ണമെങ്കിലും നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യുള്ളൂ. അപ്പോൾ ആരും തന്നെ ആദ്യം തന്നെ അപ്ലൈ ചെയ്ത് കിട്ടിയില്ല, വിളിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ഇതാവരുത്, ഇങ്ങോട്ട് കയറി വരാൻ നോക്കരുത്. മാക്സിമം അവിടെ നിന്ന് തന്നെ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് റെസ്പോണ്ടും കാര്യങ്ങളും ഡെയിലി അപ്ലൈ ചെയ്യുക. ഒരു 10, 15, 20 എണ്ണമൊക്കെ വെച്ച് ഡെയിലി അപ്ലൈ ചെയ്ത് ഇതാക്കുക. അപ്പോൾ കണ്ടിന്യൂസ് നിങ്ങൾ ഒരു 2 ആഴ്ചയൊക്കെ ഡെയിലി അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഉറപ്പായും ഒരു സ്ഥലത്തു നിന്നെങ്കിലും നിങ്ങൾക്ക് എന്തായാലും റെസ്പോണ്ട് കിട്ടും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ വീഡിയോ. എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടത് ഈ ജോലി അന്വേഷിച്ച് വരാനിരിക്കുന്നവർക്ക് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് വീഡിയോ ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ ഇൻഫർമേഷൻ വീഡിയോസോ അല്ലെങ്കിൽ നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഉറപ്പായും എനിക്ക് കമന്റ് ബോക്സിൽ കമന്റ് അയക്കണം. ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.